എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, പ്രൈവറ്റ് വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, അതുപോലെ അതോടൊപ്പം തന്നെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് റീവാലുവേഷൻ, എന്താണ് സ്ക്രൂട്ടിനി, എന്താണ് ഫോട്ടോ കോപ്പി എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം, എങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം എന്നുള്ളതും അതുപോലെ തന്നെ എവിടെയാണ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്, എത്ര രൂപയാണ് ഫീസ് വരിക, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് റീവാലുവേഷനായിട്ട് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പിക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റുക, അതുപോലെ തന്നെ ഓരോന്നിനും എത്രത്തോളം ഫീസാണ് വരിക എന്നുള്ളതും റീഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയാം. അതായത് റീവാലുവേഷനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപ പെർ സബ്ജക്റ്റ് ആണ് വരിക. അതുപോലെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയാണ് ഫീസ് വരിക. പെർ സബ്ജക്റ്റ് 300 രൂപയാണ്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധനയാണെങ്കിൽ നിങ്ങൾക്കതിന് 100 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു അപേക്ഷകൾ വിദ്യാർത്ഥികൾ നൽകേണ്ടത് നിങ്ങൾ +2ൻ്റെ പരീക്ഷ ഹയർ സെക്കൻഡറി റെഗുലർ വിഭാഗമായാലും കമ്പാർട്ട്മെൻറ്റ് വിഭാഗമായാലും അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നാലും അല്ലെങ്കിൽ അതിൽ റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്, ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ പോയിട്ട് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. മെയ് 27-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് റീവാലുവേഷന് നിങ്ങൾക്ക് ഈ ഒരു കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ് എന്നിവ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. റീവാലുവേഷൻ അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഈ ഒരു കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നിവ അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അതിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ട് വരുന്ന, അതായത് എന്താണ് റീവാലുവേഷൻ എന്ന് പറയാം. റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതായത് റീവാലുവേഷൻ മുമ്പ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അതായത് ഒരു 20 മാർക്ക്, അതായത് 20 മാർക്കല്ല, ഒരു 30 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 25 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതായത് ഒരു 5 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു 30 മാർക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഇതിൽ കുറവ് മാർക്ക് ലഭിക്കും, എക്സ്ട്രാ ആയിട്ട് കൂടാൻ സാധ്യതയുണ്ട് എന്ന്, അതായത് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലാതെ റീവാലുവേഷൻ അപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് മാർക്ക് കൂടണം എന്നുള്ളതിന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കണം റീവാലുവേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും എന്ന്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രമേ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ റീവാലുവേഷൻ കൊടുക്കണമെന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികൾക്കും റീവാലുവേഷൻ അപേക്ഷിക്കാം. അതുപോലെ റീവാലുവേഷനിൽ 10% മാർക്ക് നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ റീഫണ്ട് കിട്ടുന്നതാണ്. അതായത് റീവാലുവേഷൻ ഇപ്പോൾ കെമിസ്ട്രി ആണ്. ഇപ്പോൾ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് 60 മാർക്കിലാണ് സബ്ജക്റ്റ് വരുന്നത്. ഇതിൻ്റെ 10% 6 മാർക്കാണ്. അപ്പോൾ റീവാലുവേഷൻ മുമ്പ് നിങ്ങൾക്ക് 25 മാർക്കാണ്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്കൊരു 31 മാർക്ക് കിട്ടി, അതായത് 6 മാർക്കോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ റീഫണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കാം. ഇംഗ്ലീഷ് ആണെങ്കിൽ 80-ലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു 20 മാർക്കാണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ റീവാലുവേഷന് അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്കൊരു 30 മാർക്ക് കിട്ടി. അതായത് 80-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 8 മാർക്ക് നിങ്ങൾക്ക് 8 മാർക്കിനേക്കാൾ കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് 2 മാർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 മാർക്കോ അതിൽ കൂടുതലോ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലുവേഷന് ശേഷം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ, അതായത് 500 രൂപ, നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണ് ഈ ഒരു 10% കൂടിയത് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ ഒഴികെയുള്ള ഏത് സബ്ജക്റ്റുകളും റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനയാണ്. നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള മാർക്ക് എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക മാത്രമാണ് സ്ക്രൂട്ടിനി എന്നുള്ളത് നടക്കുക. അതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ വാല്യുവേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടും. ഇനി അടുത്തതായിട്ടുള്ളത് ഫോട്ടോ കോപ്പിയാണ്. ഫോട്ടോ കോപ്പിക്ക് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ്, ഏത് സബ്ജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിച്ചത് അതിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് സ്കൂൾ മുഖേനയോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലെ, അത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ കൊണ്ടൊന്ന് വാല്യുവേഷൻ ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതും അതുവഴി നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാല്യുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് അതിൽ
എത്രത്തോളം മാർക്ക് നിങ്ങൾ കൂടുതൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാകാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫോട്ടോ കോപ്പി. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രം ഇതിനൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതിന് ജസ്റ്റ് ഒന്ന് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് റീവാലുവേഷൻ്റേത്, ഇതാണ് സ്ക്രൂട്ടിനിയുടേത്, അതുപോലെ തന്നെ ഇതാണ് ഫോട്ടോ കോപ്പിയുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ സെക്കൻഡ് ഇയർ എന്നുള്ള ഭാഗത്ത്, അതായത് ഫസ്റ്റ് എന്നുള്ളത് തടയുക, അതിനുശേഷം സെക്കൻഡ് ഇയർ മാർച്ച് 2025 എന്നുള്ളത്, അതായത് 25 എന്ന് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ, അതായത് ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ ഞാൻ എഴുതുന്ന പേര് അതായത് ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്, അതായത് AMAL. അതുപോലെ തന്നെ നിങ്ങളുടെ ഇനീഷ്യൽ എന്താണ് അതനുസരിച്ച് കൃത്യമായിട്ട് ബ്ലോക്ക് ലെറ്ററിൽ, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ ആണ് ഇവിടെ പേര് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. അതിവിടെ നിങ്ങളുടെ +2ൻ്റെ ഇപ്പോഴത്തെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ ചലാൻ, അതുപോലെ മറ്റ് ട്രഷറി അമൗണ്ട് റെമിറ്റഡ് എന്നൊക്കെയുണ്ട്, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, ഇത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സെൻറ്റർ നമ്പർ ഓഫ് സ്കൂള്, അതുപോലെ തന്നെ സെൻറ്റർ അറ്റ് വിച്ച് സെൻറ്റർ ടുക്ക് ദ എക്സാമിനേഷൻ, നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡുമാണ് എഴുതേണ്ടത്. ഇത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുക, അതിൽ കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൻ്റെ പേരും കോഡും ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പരീക്ഷ എഴുതിയത് ആ ഒരു സ്കൂൾ ഏത് ജില്ലയിലാണ് വരുന്നത് എന്നുള്ളതനുസരിച്ച് ആ ഒരു ജില്ല എഴുതുക, ജില്ലയുടെ പേരെന്താണ് അത് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ പേപ്പേഴ്സ് ഫോർ വിച്ച് റീവാലുവേഷൻ ഈസ് റിക്വയർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര വിഷയമാണോ എഴുതുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ പാർട്ട് എന്നുള്ളത് എന്താണെന്ന് പറയാം. പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കി സബ്ജക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നുണ്ടെങ്കിൽ പാർട്ട് 1 എഴുതുക, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജസ് എഴുതുന്നുണ്ടെങ്കിൽ പാർട്ട് 2 എഴുതുക, ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പാർട്ട് 3 എന്ന് എഴുതുക. ഇപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സിന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ റീവാലുവേഷന് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു, അതായത് ഈ ഒരു മലയാളത്തിനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ മലയാളത്തിന് കൊടുക്കുന്നു. അപ്പോൾ പാർട്ട് 2 ആയിട്ടുള്ള മലയാളം. അപ്പോൾ എനിക്കവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത്, അതായത് എനിക്കൊരു 40 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അതായത് 20 അല്ല, ജസ്റ്റ് എനിക്കൊരു 30 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, അതായത് 10 മാർക്ക് കുറവുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ TE മാർക്ക് എത്രയാണോ അത് +2ന് കിട്ടിയത് അത് കൃത്യമായിട്ട് എഴുതുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത്, ഇനി മറ്റൊരു സബ്ജക്റ്റ് കൂടി എനിക്ക് ജസ്റ്റ് ഒന്ന് റീവാലുവേഷൻ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് ഇംഗ്ലീഷ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് പാർട്ട് 1 എന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരു അതായത് 80ൽ ഒരു 50 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് കിട്ടിയത് ജസ്റ്റ് ഒരു 25 മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു 25 മാർക്ക് അതിന് കിട്ടിയതുകൊണ്ട് 25 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത്, അതായത് ഓൾറെഡി സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ ഫസ്റ്റ് ലാംഗ്വേജും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ബാക്കിയുള്ളത് തേർഡ് ലാംഗ്വേജിലാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് 3 ആയിട്ട് ബാക്കി ലാംഗ്വേജസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഏതെങ്കിലും സബ്ജക്റ്റ് എനിക്ക് റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വെദർ കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് ഈസ് എൻക്ലോസ്ഡ്, അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങളുടെ +2ൻ്റെ റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ, അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇതിനോടൊപ്പം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെദർ സ്ക്രൂട്ടിനി ഓൾസോ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ടു ബി ഗിവൺ, അതായത് നിങ്ങൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അതായത് സൂക്ഷ്മ പരിശോധന കൂടി അപേക്ഷിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്, അത് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അമൽ എന്നാണെങ്കിൽ ജസ്റ്റ് അമൽ എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. ഞാൻ ജസ്റ്റ് ലെവൽ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തുള്ളത്. ജസ്റ്റ് ഈ ഒരു രീതിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക, അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പ്ലേസ് എഴുതുക, നിങ്ങളുടെ ഡേറ്റ് എഴുതുക. നിങ്ങളുടെ പ്ലേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം എഴുതാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്ന സ്ഥലം എഴുതാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൊടുക്കാവുന്നതാണ്.
അതുപോലെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീ ഫോർ റീവാലുവേഷൻ ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് 500 പെർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 500 രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു റീവാലുവേഷന് ശേഷം സ്ക്രൂട്ടിനിയുടേതാണ്. സ്ക്രൂട്ടിനിയുടെയും ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് തന്നെ ഫില്ല് ചെയ്യാവുന്ന ഫോമാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്നുള്ളത് തടയുക, അതിനുശേഷം സെക്കൻഡ് ഇയർ മാർച്ച് 2025 എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് ഓഫ് ഫീ റെമിറ്റഡ് എന്നുള്ള ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതുക. ഇവിടെ നിങ്ങൾ +2 പരീക്ഷ എഴുതിയിട്ടുള്ള റെഗുലർ വിഭാഗമോ കമ്പാർട്ട്മെൻറ്റ് വിഭാഗമോ ഏത് വിഭാഗത്തിലായാലും പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നതിൻ്റെ ആ ഒരു സെൻറ്ററിൻ്റെ, അതായത് എക്സാം സെൻറ്ററിൻ്റെ കോഡും പേരും എഴുതുക. അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. അതുപോലെ ഇവിടെ നിങ്ങളുടെ ജില്ല എഴുതുക. ഏത് ജില്ലയിലെ സ്കൂളിലാണോ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായത് ആ ഒരു ജില്ല എഴുതുക. അതുപോലെ തന്നെ ഇവിടെ പേപ്പേഴ്സ് ഫോർ വിച്ച് സ്ക്രൂട്ടിനി ഈസ് റിക്വയർഡ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് സീരിയൽ നമ്പർ 1, 2, 3 എന്ന് എഴുതുക. പാർട്ട് 1 ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് പാർട്ട് 1 ആണ്. അതുപോലെ 2 ഭാഷകൾ പാർട്ട് 2 ആണ്. അതുപോലെ 3 ഭാഷകളായിട്ടുള്ള ബാക്കി സബ്ജക്റ്റുകൾ പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഫിസിക്സ് സ്ക്രൂട്ടിനിക്ക് പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജിയാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ബയോളജി ആണെങ്കിൽ ഇവിടെ ഈ ഒരു ബയോളജി എന്ന് പാർട്ട് 3 കൊടുത്തിട്ട് ബയോളജി കൊടുക്കുക. അതുപോലെ അതിന് കിട്ടിയ സ്കോർ കൊടുക്കുക. അതുപോലെ മലയാളമോ അല്ലെങ്കിൽ ഹിന്ദി ഇതുപോലുള്ള സെക്കൻഡ് ലാംഗ്വേജസ് ആണെങ്കിൽ പാർട്ട് 2 ആണ് വരിക. ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 1 ആണ് വരിക. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളത് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വെദർ കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ഈസ് എൻക്ലോസ്ഡ്, അതായത് നിങ്ങളുടെ ഈ ഒരു +2 റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ അഡ്രസ്സാണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് എഴുതുക. പിൻകോഡും ഫോട്ടോ അല്ല ഫോൺ നമ്പറും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് എഴുതുക. അതുപോലെ തന്നെ പ്ലേസ്, അതുപോലെ തന്നെ ഡേറ്റ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചറും ഇടുക. ഇത്ര മാത്രമാണ് ഈ ഒരു സ്ക്രൂട്ടിനിയുടെ ആപ്ലിക്കേഷൻ ഫോം. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ കോപ്പിയുടേതാണ്. അപ്പോൾ ഫോട്ടോ കോപ്പിയുടേത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സിമ്പിളാണ്. ഇതുപോലെ ഫസ്റ്റ് എന്നുള്ള തടയുക, സെക്കൻഡ് ഇയർ മാർച്ച് 2025 എന്ന് എഴുതുക. അതുപോലെ തന്നെ നെയിം ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല, ആ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊള്ളും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ കോഡും നിങ്ങൾ എഴുതുക. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അടുത്തതായിട്ടുള്ളത് റവന്യൂ ഡിസ്ട്രിക്ട്, നിങ്ങൾ പരീക്ഷ ചെയ്ത സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണോ ആ ഒരു ജില്ല എഴുതുക, ജില്ലയുടെ പേര്. അതുപോലെ തന്നെ അടുത്തത് പേപ്പേഴ്സ് ഫോർ വിച്ച് കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് ഈസ് റിക്വയർഡ്, അതായത് ഏതൊക്കെ വിഷയങ്ങളുടെ ഫോട്ടോ കോപ്പിയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അപേക്ഷിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ റീവാലുവേഷനോ സ്ക്രൂട്ടിനിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു 3 സബ്ജക്റ്റുകളാണ് ഇപ്പോൾ ഞാൻ ഫോട്ടോ കോപ്പിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ സീരിയൽ നമ്പർ 1, 2, 3 അതായത് 3 വിഷയമാണ് ഞാൻ എഴുതുകയല്ല, ഫോട്ടോ കോപ്പിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കോപ്പി എനിക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 3 സബ്ജക്റ്റും, അതായത് ഇംഗ്ലീഷാണ് പാർട്ട് 1 വരിക, അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് പാർട്ട് 2 വരിക, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്ന എല്ലാ സബ്ജക്റ്റും പാർട്ട് 3യിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 3 എന്നുള്ളത് 3 ബോക്സിലും എഴുതുന്നു. അതിനുശേഷം ഇവിടെ ഫിസിക്സ്, അതുപോലെ തന്നെ അതിന് കിട്ടിയ മാർക്ക് TE മാർക്കാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ കെമിസ്ട്രി അതിന് കിട്ടിയ TE മാർക്ക്, അതുപോലെ തന്നെ മാത്സ് അതിന് കിട്ടിയ TE മാർക്ക്, ഇത്രയും കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഏറ്റവും താഴെയായിട്ട് അതായത് ഇവിടെ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോമിൽ അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഏത് അഡ്രസ്സിലാണ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടേണ്ടത്, അതനുസരിച്ചാണ് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കേണ്ടത്. ചില സമയത്ത് സ്കൂളിലായിരിക്കും ഈ ഒരു ഫോട്ടോ കോപ്പി സ്കൂളിൽ നിന്നായിരിക്കും തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ സ്കൂളിലും ഒന്ന് അന്വേഷിക്കേണ്ടതാണ്, അതായത് എവിടെയാണ് ഈ ഒരു ഫോട്ടോ കോപ്പി കിട്ടുക എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ ജസ്റ്റ് ഞാൻ അമൽ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു. അതിനുശേഷം ഇനീഷ്യലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ അഡ്രസ്സ് എഴുതുന്നു, അതുപോലെ പിൻകോഡ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ എന്നിവ എഴുതുന്നു. അതുപോലെ ഇവിടെ എൻ്റെ പ്ലേസ്, അതുപോലെ ഡേറ്റ് എന്നിവ എഴുതുന്നു. പ്ലേസ് നമുക്ക് വേണമെങ്കിൽ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലേസും കൊടുക്കാവുന്നതാണ്. അതുപോലെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, ഇവിടെ സിഗ്നേച്ചർ ഇടുന്നു. അപ്പോൾ ഇത്രയുമാണ് വേണ്ടത്. ഇതിനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയോടൊപ്പം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു അപേക്ഷ ഫോം, അതായത് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതിന് എന്തിനൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക്
ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപ ഫീസ് നിങ്ങൾ എന്തിനൊക്കെയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ടോട്ടലായിട്ട് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളതനുസരിച്ച് ആ ഒരു ഫീസും കൂടി എടുത്ത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. മെയ് 27-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.